Hi everyone, welcome to Chemsfora. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് എലമെന്റ്സിനെ അറ്റോമിക് നമ്പറിന്റെ ഓർഡറിൽ പഠിക്കാൻ കഴിയുക. ഈ അറ്റോമിക് നമ്പറിന്റെ ഓർഡറിൽ എലമെന്റ്സിനെ പഠിക്കുന്ന ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. എക്സാമ്പിൾ നമുക്കറിയാം വാട്ടർ H2O, കാർബൺ ഡൈ ഓക്സൈഡ് CO2. ഇതുപോലെ ഒരുപാട് കോമ്പൗണ്ട്സിന്റെ ഫോർമുല എഴുതാൻ ഓരോ എലമെന്റ്സിന്റെ വാലൻസി അറിയണം. ഈ വാലൻസി കണ്ടെത്താൻ നമുക്ക് അറ്റോമിക് നമ്പറിലൂടെ കഴിയും. അതുകൊണ്ട് തന്നെ കെമിസ്ട്രി പഠിക്കുന്ന ഓരോ കുട്ടിയും അറ്റ്ലീസ്റ്റ് 20 എലമെന്റ്സിന്റെ നെയിം ഓർഡറിൽ പഠിക്കണം. ഇതിനായി ഒരുപാട് വീഡിയോ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്, പാട്ടുരൂപത്തിലും രസകരമായിട്ടുള്ള സെന്റൻസ് ഫോമിലും. ബട്ട് നമ്മൾ ഇന്ന് പാട്ട് മാറി വെറൈറ്റി ആയി കഥയിലൂടെയാണ് പഠിക്കുന്നത്. നമ്മളൊരു സിനിമ കണ്ടാൽ അതിലെ പാട്ട് പോലെ തന്നെ നമ്മൾ ഓർത്തു വെക്കുന്ന ഒരു കാര്യമാണ് ഡയലോഗ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ചെറിയ കഥ പറഞ്ഞു തരാം. കഥയേക്കാൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ കഥയിലെ ഡയലോഗിനാണ്. ഇതെല്ലാം സ്റ്റാർ. നമ്മുടെ കഥയുടെ പേര് വരുന്നത് ബിസി ലിസി. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് പോലെ ഈ കഥയും കഥാപാത്രവും തികച്ചും സാങ്കല്പികമാണ്. ക്യാരക്ടേഴ്സ് ആയി വരുന്നത് ഇതാണ് നമ്മുടെ ലിസി. ലിസി ഭയങ്കര ബിസി ആയിട്ടുള്ള എയർ ഹോസ്റ്റസ് ആണ്. അപ്പൊ നമ്മുടെ പേര്, ആ കഥയുടെ പേര് വരാൻ കാരണം എന്താ? ലിസി ഭയങ്കര ബിസി ആയിട്ടുള്ള എയർ ഹോസ്റ്റസ് ആണ്. സോ ടൈറ്റിൽ ഈസ് ബിസി ലിസി. ദെൻ ദിസ് ഈസ് സോമൻ, ലിസിയുടെ മകനാണ്. ലിസിയുടെ ഫാമിലിയിൽ ലിസി, ലിസിയുടെ ഹസ്ബൻഡ്, ലിസിയുടെ മകനായിട്ടുള്ള സോമൻ, 3 പേരാണുള്ളത്. ഇതിലാണ് ലിസിയുടെ മകനായിട്ടുള്ള സോമൻ. സോമനെ മാഗി ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ പോലെ തന്നെ മാഗി തിന്നാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലുള്ള ആളാണ് നമ്മുടെ സോമൻ. ഇതാണ് അർജുനും ക്ലാരയും. അർജുനും ക്ലാരയും ലിസിയുടെ നെയ്ബേഴ്സ് ആണ്. അവരുടെ ജോബ് എന്താന്ന് വെച്ചാൽ പോട്ട്സ് ഉണ്ടാക്കലാണ്. അപ്പൊ നമ്മൾ ബിഗ് ബോസ് ഒക്കെ കാണാറുള്ള ആൾക്കാർക്ക് അർജുനും ശ്രീധുവിനും അറിയാം. പക്ഷെ ഇത് അർജുനും ശ്രീധു അല്ല, അർജുനും ക്ലാരയും. ഓക്കെ, 2 നെയിം ഓക്കെ ആക്കാം. ഈ ക്ലാരയും ലിസിയൊക്കെ ഭയങ്കര കൂട്ടാണ്. ഇത് നമ്മളെ അർജുനും ക്ലാരയും, ഇത് നമ്മുടെ ലിസി ഹസ്ബൻഡ്. തൊട്ടടുത്ത റൂമുകളാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? അർജുൻ ക്ലാരി ഉണ്ടാക്കണ പോട്ട്സ് ഒക്കെ, ഇത് പോട്ട്സ് ആണ്. ഈ പോട്ട്സ് ഒക്കെ ആർക്ക് കൊടുക്കും? നമ്മുടെ ലിസിക്കും ലിസിയുടെ ഹസ്ബൻഡിനെല്ലാം കൊടുക്കും. നമ്മൾ നൈബേഴ്സ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യില്ല, അതേപോലെ തന്നെ ബോത്ത് ഫാമിലി ഹെൽപ്പ് ഈച്ച് അതർ. ഇറ്റ്സ് ഓൾ അബൌട്ട് ക്യാരക്ടേഴ്സ്. ദെൻ ഗോയിങ് ടു സ്റ്റോറി. വൺ ഡേ ലിസി വെന്റ് ടു ഹെർ ഡ്യൂട്ടി. ഒരു ദിവസം ലിസിയുടെ ഡ്യൂട്ടിക്ക് പോയി. ഹർ ഹസ്ബൻഡ് കോൾഡ് ഹെർ. ആ ഒരു ടൈമില്, ഡ്യൂട്ടിക്ക് പോയ ടൈമില് ഹസ്ബൻഡ് ലിസിയെ വിളിക്കണ്ട്, ഹായ് ഹലോ ലിസി, ബി ബിസി. അപ്പോൾ ലിസി പറയണ് നോ. ബിസി ആണോന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ, ഇപ്പൊ ഫുൾ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എഴുതാം. ഹായ് എന്നൊക്കെ ഫുൾ ആക്കി എഴുതുന്നതിനൊക്കെ നമ്മൾ HY എന്ന് എഴുതും. ബിസിക്ക് ബിസി ചെയ്യുന്നതിന് നമ്മൾ ഷോർട്ട് ആക്കി എഴുതാറുള്ളതല്ലേ, BC എന്ന്. ഓക്കെ, അപ്പൊ ഹസ്ബൻഡ് ചോദിക്കുകയാണ് ഹായ് ഹലോ ലിസി, BBC എന്ന് ചോദിക്കുകയാണ്. ആ നേരത്ത് ലിസി എന്താ പറയണത്? നോ, അല്ല, ബിസി ഒന്നല്ല. അപ്പൊ ഹസ്ബൻഡ് ചോദിക്കുകയാണ് ഫ്ലൈറ്റിലാണോ നീ? കാരണം ലിസി എയർ ഹോസ്റ്റസ് ആണല്ലോ. അപ്പോ ഹസ്ബൻഡ് ചോദിക്കുകയാണ് ഫ്ലൈറ്റിലാണോ നീ? അപ്പൊ ലിസി പറയാണ് സോമന്റെ മാഗി, സോമന് ലിസിയുടെ മകൻ. സോമന്റെ മാഗി അലുമിനിയം അല്ലെങ്കിൽ സിലിക്കൺ പാത്രത്തിൽ. അവർ വീട്ടിൽ 2 പാത്രങ്ങളുണ്ട്, അലുമിനിയത്തിന്റെ പാത്രമുണ്ട്, സിലിക്കന്റെ പാത്രമുണ്ട്. അല്ലെ, ഏത് പാത്രത്തിലാ വെച്ചതെന്ന് പോലും നമ്മുടെ ലിസിക്ക് ഓർമ്മല്ല. സോമന്റെ മാഗി അലുമിനിയം അല്ലെങ്കിൽ സിലിക്കൺ പാത്രത്തിൽ, മാഗി ആണല്ലോ, സ്പൂൺ വേണമല്ലോ, പാത്രത്തിൽ സ്പൂൺ ഇട്ട് ക്ലാരന്റെയും അർജുന്റെയും പോട്ടിൽ കാണും. ലിസി ആണല്ലോ പറയണത്. അപ്പൊ എപ്പോഴും ഫീമെയിൽക്കാവും അല്ലെ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ലിസി ആദ്യം ക്ലാരയുടെ പേര് പറയാൻ കാരണം എന്താ? ലിസി ഒരു ഫീമെയിൽ ആയതുകൊണ്ട് തന്നെ ഫീമെയിൽ ക്യാരക്ടറിന്റെ നെയിമാണ് അവിടെ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. തെറ്റിക്കരുത്, അർജുനും ക്ലാരാന്ന് പറയരുത്. സെന്റൻസ് അതേപോലെ തന്നെ, ഡയലോഗ് അതേപോലെ തന്നെ പറയണം കേട്ടോ. ക്ലാരന്റെയും അർജുന്റെയും പോട്ടിൽ കാണും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഥയിലെ ഡയലോഗ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് ഫസ്റ്റ് ഹസ്ബൻഡ് വിളിച്ചിട്ട് പറയണ് ഹായ് ഹലോ ലിസി, ബി ബിസി. ആ നേരത്തെ ലിസി പറയണ് നോ. അപ്പൊ ഹസ്ബൻഡ് ചോദിക്കണ ഫ്ലൈറ്റിലാണോ നീ? ലിസി അതിനുള്ള മറുപടി കൊടുക്കണില്ല. നേരെ പറയണത് എന്താ? സോമന്റെ മാഗി അലുമിനിയം അല്ലെങ്കിൽ സിലിക്കൺ പാത്രത്തിൽ സ്പൂൺ ഇട്ട് ക്ലാരന്റെയും അർജുന്റെയും പോട്ടിൽ കാണും. ക്ലാര അർജുനും പോട്ട് ഉണ്ടാക്കുന്ന ജോബാണ്. ഇപ്പൊ ഒരുപാട് പോട്ടൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലെ, ലിസിക്കും ഹസ്ബൻഡിനൊക്കെ കൊടുത്തിട്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ 20 എലമെന്റ്സിന്റെ പേര് പഠിക്കുന്നതാണ് ഇനി നമ്മൾ അടുത്ത് പറയാൻ പോണത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ ക്യാപിറ്റലായി എഴുതിയിട്ടുള്ളത് അതാണ് ഓരോ എലമെന്റ്സിന്റെയും ഫസ്റ്റ് ലെറ്റർ വരുന്നത്. ഹായ്, അപ്പൊ H ചെയ്ത ഒരു എലമെന്റ് ഉണ്ട്.
ഏതായിരിക്കും? HY വരുന്നത് ഹൈഡ്രജൻ. ഹെലോ HE വരുന്നത് ഏതാ? ഹീലിയം. ലിസി LI വരുന്നത് ഏതാ? ലിത്തിയം. BE വരുന്നത് ഏതാ? ബെറിലിയം. ഇവിടെ നോക്ക്, രണ്ടും ക്യാപിറ്റലാണ്. ബിയും ക്യാപിറ്റലാണ്, സിയും ക്യാപിറ്റലാണ്. ശ്രദ്ധിച്ചു നോക്കാം, ബിയും ക്യാപിറ്റലാണ്, സിയും ക്യാപിറ്റലാണ്. സോ BCയിൽ രണ്ട് എലമെന്റ്സ് അവിടെ പറയുന്നുണ്ടാവും. ഫസ്റ്റ് ബി ബോറോൺ, ദെൻ സി ഈസ് കാർബൺ. ഓക്കെ, ദെൻ അപ്പോൾ ഏതൊക്കെയാണ്? 6 എലമെന്റ്സ് ആണ് ഇവിടെ വരുന്നത്. 6 എലമെന്റ്സ് ഫസ്റ്റ് ഡയലോഗിൽ വരും. അപ്പൊ നമ്മുടെ ലിസി എന്താ പറയുന്നത്? നോ, രണ്ടും ക്യാപിറ്റൽ ആണല്ലോ, അപ്പൊ 2 എലമെന്റ്സ് അവിടെ ഉണ്ടാവും. ഒന്ന് നൈട്രജൻ N, O ഏതായിരിക്കും? ഓക്സിജൻ. അപ്പോൾ നമ്മുടെ ലിസിയുടെ ഡയലോഗിൽ എത്ര എലമെന്റ്സ് വരുന്നുണ്ട്? become 2 elements. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡയലോഗ്. ഫ്ലൈറ്റിലാണോ നീ? ഇവിടെ ഒരു ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. അപ്പൊ ഫ്ലൈറ്റിലാണോ? FL വെച്ചിട്ട് വരുന്ന ഏതായിരുന്നു? ഫ്ലൂറിൻ. നീ NE വരുന്നത് നിയോൺ. അപ്പൊ അവിടെ 2 എലമെന്റ്സ് വരുന്നുണ്ട്. ഓക്കെ, ടോട്ടൽ എത്ര എലമെന്റ്സിന്റെ പേര് നമ്മൾ പഠിച്ചു? 10. ഓക്കെ, 3 ഡയലോഗ് കഴിയുന്നതോറും നമ്മൾ 10 എലമെന്റ്സിന്റെ പേര് പഠിച്ചു കഴിഞ്ഞു. ഇനി റിമൈനിങ് 10 എലമെന്റ്സ് നമ്മൾ ഒറ്റ ഡയലോഗിൽ പഠിക്കും. സോമന്റെ ഏതായിരിക്കും? സോമന്റെ സോഡിയം. മാഗി മാഗ്നീഷ്യം. അലുമിനിയം അലുമിനിയം. ഇനി അല്ലെങ്കിൽ അവിടെ ക്യാപിറ്റൽ അല്ല അല്ലെ, അപ്പൊ സോ അവിടെ ഒരു എലമെന്റ് ഉണ്ടാവില്ല. അപ്പൊ അലുമിനിയം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഏതാ? സിലിക്കൺ. ഓക്കെ, സിലിക്കൺ സിലിക്കനെ. പാത്രത്തിൽ ഏതായിരിക്കും? പാത്രത്തിൽ P വെച്ച് വരുന്നത് ഫോസ്ഫറസ്. സ്പൂണിട്ട് S ഇട്ട് വരുന്നത് സൾഫർ. ക്ലാര, ഫസ്റ്റ് ക്ലാരയാണ്, ലിസിയാണ് ഈ ഒരു ഡയലോഗ് പറയുന്നത്. ഫസ്റ്റ് ക്ലാരയാണ് അപ്പൊ പറയേണ്ടത് കേട്ടാ. ക്ലാര ക്ലോറിൻ. Cl വരുന്നത് ക്ലോറിൻ. അർജുന്റേം ഏതായിരിക്കും? ആർഗൺ. പോട്ടിൽ പോട്ട് പൊട്ടാസ്യം. കാണും കാണും ഞാൻ എഴുതുന്ന സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. CANUM ആണ്. അപ്പൊ CA വരുന്നത് കാൽഷ്യം. 10 എലമെന്റ്സ് അവിടെ പഠിച്ചു നമ്മള്. സിമ്പിൾ അല്ലേ? ഡയലോഗ് ഫസ്റ്റ് പഠിക്കുക, ആ ഓർഡറിലുണ്ട് പറഞ്ഞു പോവാ. ഓക്കെ, വല്ല പാടൊന്നുമില്ല. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഞാൻ എലമെന്റ് സിമ്പിൾ ട്രിക്ക് അങ്ങനെ എഴുതിയതിന് ഫസ്റ്റ് നമുക്ക് ട്രിക്കിന്ന് പോവാ. ഹായ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ സിമ്പിൾ H. ദെൻ ഹെലോ HE വരുന്നത് ഏതാ? ഹീലിയം. സിമ്പിൾ HE തന്നെ. ലിസി ലിത്തിയം. സിമ്പിൾ വരുന്നത് Li. ബി പെർലിയം. സിമ്പിളും BE തന്നെ. ദെൻ ബിസിയിലെ ബി ഏതായിരിക്കും? ബോറോൺ. സിമ്പിൾ B. സി കാർബൺ. സിമ്പിൾ N. നൈട്രജൻ. സിമ്പിൾ ഓൾസോ N. ഓക്സിജൻ. സിമ്പിൾ ഓൾസോ O. ഫ്ലൈറ്റിലാണോ? F ഏതായിരിക്കും? ഫ്ലൂറിൻ. ഇവിടെ തെറ്റാൻ ചാൻസ് ഇല്ല. പല കുട്ടികളിലും ഞാൻ കാണാറുള്ള ഒരു മിസ്റ്റേക്ക് ആണ്, അവർ FL ആണ് സിമ്പിൾ ആയിട്ട് കൊടുക്കാറുള്ളത്. തെറ്റാണ്. ഫ്ലൂറിന്റെ സിമ്പിൾ F. നീ നിയോൺ. സിമ്പിൾ Ne. സോമന്റെ സോഡിയം Na. ഇവിടെയാണ് സിമ്പിൾ ശ്രദ്ധിക്കേണ്ടത്. സോഡിയത്തിന്റെ സിമ്പിൾ എന്താ വരുന്നത്? SO എന്നൊന്നല്ല വരുന്നത്, Na. ഗ്രീക്ക് ഓർ ലാറ്റിൻ വേർഡ് ആണ്. ഈ നാട്രിയം എന്ന വാക്കിൽ നിന്നാണ് ആ ഒരു സിമ്പിൾ വരുന്നത്. അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറയാം. ഓക്കെ, ദെൻ മാഗി മാഗ്നീഷ്യം. സിമ്പിൾ ഈസ് Mg. അലുമിനിയം അലുമിനിയം തന്നെ. സിമ്പിൾ Al. ദെൻ സിലിക്കൺ. സിമ്പിൾ Si. പാത്രത്തിൽ P വെച്ച് വരുന്നത് ഫോസ്ഫറസ്. സിമ്പിൾ ഓൾസോ P. സ്പൂണിട്ട് സൾഫർ. സിമ്പിളും S. ക്ലാരന്റെയും Cl ഏതാ? ക്ലോറിൻ. സിമ്പിൾ Cl. അർജുന്റേയും എലമെന്റ് ആർഗൺ. സിമ്പിൾ Ar. പോട്ടിൽ വരുന്നത് പൊട്ടാസ്യം. ബട്ട് സിമ്പിൾ ശ്രദ്ധിക്കണം, സിമ്പിൾ വരുന്നത് K ആണ്. ഓക്കെ, നമ്മുടെ സോഡിയം പോലെ തന്നെ ഇവിടെ സിമ്പിൾ വ്യത്യാസമാണ്. K ആണ് വരുന്നത്. കാലിയം എന്നൊരു വേർഡിൽ നിന്നാണ് ആ ഒരു സിമ്പിൾ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് കാണും. CA വരുന്നത് ഏതായിരിക്കും? കാൽഷ്യം. C. അപ്പൊ 20 എലമെന്റ്സ് ഓർഡറിൽ ഇതേപോലെ ഓക്കെ, അപ്പൊ ഇത്രയാണ് ചെറിയ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെയാണ്. ഒന്നുമില്ല. ഹായ് ഹലോ ലിസി BBC. നോ. ഫ്ലൈറ്റിലാണോ നീ? സോമന്റെ മാഗി. അലുമിനിയം അല്ലെങ്കിൽ സിലിക്കൺ. പാത്രത്തിൽ സ്പൂണിട്ട്. ക്ലാരന്റെ അർജന്റീൻ പോട്ടിൽ കാണും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇതുപോലെ കെമിസ്ട്രി ബേസ്ഡ് വീഡിയോ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.